എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതസംസ്കാരത്തിന്റെ ചടങ്ങുകൾ നാളെ നടക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ 3 ദിവസമായി തുടരുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായിട്ട് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ചിരിക്കുകയാണ്. അതിന്റെ പൊതുദർശനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക്, സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് എല്ലാവർക്കും പൊതു സമ്മതനായിരുന്നു എന്ന്. എല്ലാവിധ ആളുകൾക്കും, നാനാജാതി മതസ്ഥര്, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവർക്കും വലിയ പ്രിയപ്പെട്ടവനായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ഈ ദേഹവിയോഗം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്ത് തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു മരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ എനിക്കും ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ 12 വർഷം ഇസ്രായേലിലായിരുന്നു എന്നുള്ള കാര്യം അറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട അനുഭവവും എനിക്കുണ്ട്. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പോസ്തലിക സന്ദർശനം ഇസ്രായേലിലും പാലസ്തീനിലും നടന്നത്. അന്ന് പാപ്പയുടെ ആ ഒരു ദർശനം ലഭിക്കാൻ, പാപ്പയെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ അന്ന് ഇസ്രായേലിലെ ടെൽ-അവീവിൽ ഉള്ള സമയത്താണ് ഫ്രാൻസിസ് പാപ്പയെ കാണാനായിട്ട് ബെത്ലഹേമിലേക്ക് പോകാനിടയായി. ബെത്ലഹേം നമുക്കറിയാം, പാലസ്തീൻ അതോറിറ്റിയുടെ ഒരു സ്ഥലമാണ്. ഈസ്റ്റേൺ ജെറുസലേമിലെ ബെത്ലഹേം എന്ന പട്ടണം. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഈശോ ജനിച്ച സ്ഥലമാണ്. പുൽക്കോട് ഉള്ള സ്ഥലമാണ്. ഈശോ ജനിച്ച ദേവാലയം, നേറ്റിവിറ്റി ചർച്ച്, തിരുപ്പിറവി ദേവാലയം സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്, മലയിലെ പട്ടണമാണ് ബെത്ലഹേം എന്ന് പറയുന്നത്. ബെത്ലഹേമിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പത്തിന്റെ ഭവനം എന്നാണ്. ബെയ്ത്ത് ലഹേം. ബെയ്ത്ത് എന്ന് വെച്ചാൽ വീട്, ലഹേം എന്ന് വെച്ചാൽ ബ്രെഡ്, അപ്പം എന്നാണ്. അപ്പൊ ബെത്ലഹേമിലാണ് യേശു ജനിച്ചത്. ആ ബെത്ലഹേമിൽ വെച്ചാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. വലിയ ഒരു അഭിമാനത്തോടു കൂടിയായിരുന്നു അന്ന് അവിടെ ചെന്നത്. ഞാൻ പോകുമ്പോൾ എൻ്റെ 4-5 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇസ്രായേലിലെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ടെൽ-അവീവിൽ നിന്ന്, ടെൽ-അവീവ് ചർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു 3-4 പേര് അവിടെ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ബെത്ലഹേമിലെ ആ ഒരു നേറ്റിവിറ്റി ചർച്ചിന് മുമ്പിലുള്ള ആ സ്ക്വയറിൽ, ഒരു ഗ്രൗണ്ടിൽ ഒരു അൾത്താരയൊക്കെ ഒരുക്കി, വലിയൊരു വേദിയൊക്കെ ഒരുക്കി, ഒരുപാട് ജനങ്ങൾ, പാലസ്തീനിലുള്ള, ഇസ്രായേലിലുള്ള ക്രൈസ്തവരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ, വിശ്വാസികളല്ലാത്തവര്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്നൊന്നും വലിയ ഒരു ഇന്നത്തെ നിലപാടുകളിലേക്കൊന്നും പരസ്യമായിട്ട് വന്നിട്ടില്ല. എങ്കിലും ലാറ്റിൻ അമേരിക്കക്കാരനായ ഒരു മാർപ്പാപ്പ എന്ന നിലയ്ക്ക് ആദ്യം തന്നെ മാർപ്പാപ്പ എല്ലാവരിലേക്കും മാർപ്പാപ്പയുടെ ഒരു സന്ദേശം, അല്ലെങ്കിൽ മാർപ്പാപ്പയെ കുറിച്ചൊരു ഇഷ്ടം എല്ലാവർക്കും തോന്നി തുടങ്ങിയിരുന്നു. മാർപ്പാപ്പയുടെ ഒരു ശൈലിയൊക്കെ എല്ലാവർക്കും ആദ്യം തന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെ മാർപ്പാപ്പയെ കാണാനായിട്ടാണ് ഞങ്ങളും പോയത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച, പാലസ്തീനിലെ നേബിൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മാർപ്പാപ്പയുടെ മൊബിലിറ്റി വാനിൽ ആ ഒരു മാർപ്പാപ്പയുടെ ഒരു ജീപ്പ് ഉണ്ടല്ലോ, ആ ജീപ്പിൽ ഇങ്ങനെ ആ വരുന്ന രംഗം ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. അതിനുശേഷം മാർപ്പാപ്പ വന്നു ഈ ബെത്ലഹേമിലെ ആ സ്ക്വയറിലുള്ള വേദിയിലേക്ക് എത്തുന്നു. അവിടെ വന്ന് ഒരുപാട് കർദിനാൾമാർ, ഒരുപാട് മെത്രാന്മാർ മാർപ്പാപ്പയെ സ്വീകരിക്കുന്നു. പാലസ്തീൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് അബ്ബാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ, പാലസ്തീനിൽ ഒരുപാട് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരൊക്കെ, ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, വിവിധ കോൺഗ്രിഗേഷനിലുള്ള സഭാ മേലധ്യക്ഷന്മാരൊക്കെ, മറ്റ് സഭകൾ, ഗ്രീക്ക്, റഷ്യൻ ഓർത്തഡോക്സ് അങ്ങനെയുള്ള സഭാ മേലധ്യക്ഷന്മാരൊക്കെ ചേർന്ന് മാർപ്പാപ്പയെ സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം പാപ്പായുടെ വിശുദ്ധ കുർബാനയായിരുന്നു. അറബിക്കും ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ ഭാഷയിലുമായിരുന്നു
ആ പാപ്പായുടെ കുർബാന അവിടെ നടന്നത്. വിശുദ്ധ കുർബാന വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അതിലെ കൊയറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പലസ്തീനിലെ ആളുകളാണ് ആ കൊയർ ചെയ്തത്. പലസ്തീനിലെ വിശ്വാസികൾ മനോഹരമായിട്ടുള്ള അറബി സോങ്ങുകളും പരമ്പരാഗതമായിട്ടുള്ള ലാറ്റിൻ സോങ്ങുകളുമായിരുന്നു അന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ചത്. അപ്പോൾ വന്നത് ഇസ്രായേൽ പാലസ്തീൻ സംയുക്ത സന്ദർശനത്തിനായിരുന്നു. അതിനു മുമ്പ് തന്നെ മാർപ്പാപ്പ ഇസ്രായേലിൽ സന്ദർശനം നടത്തിയിരുന്നു. ടെല്ലവീവിലുള്ള ബെൻഗുരിയോൻ എയർപോർട്ടിൽ മാർപ്പാപ്പയെ സ്വീകരിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അന്നത്തെ പ്രസിഡന്റായിരുന്ന ഷിമോൻ പെരസും കൂടിയായിരുന്നു. അതിനുശേഷം മാർപ്പാപ്പ ഒരുപാട് ചർച്ചകളിൽ ഏർപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസിഡന്റൊക്കെ ആയിട്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് കണ്ടുമുട്ടി. അതിനുശേഷം മാർപ്പാപ്പ ജെറുസലേമിലേക്ക് വരികയും അവിടെ കുറെ ചർച്ചകളൊക്കെ നടത്തുകയും ഒരുപാട് സ്ഥലങ്ങൾ മാർപ്പാപ്പ വിസിറ്റ് ചെയ്തു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഹോളോകോസ്റ്റിൽ അവിടെ അവരുടെ ഓർമ്മയ്ക്കായുള്ള സ്മാരകത്തിലൊക്കെ മാർപ്പാപ്പ എത്തുകയും അവിടെ തിരിവയ്ക്കുകയും അവിടെ റീത്ത് സമർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അനുഭവം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ യഹൂദരുടെ സൈനികരുടെ അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെട്ട സൈനികരുടെ കബറിടത്തിലൊക്കെ വന്ന് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തു. യഹൂദ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ സംഗമമായിട്ട് മാറി സംയുക്ത പ്രാർത്ഥനകൾ നടന്നു. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ നമ്മുടെ വിശുദ്ധ നാട്ടിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹോളി സെപ്പിൾച്ചർ എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റുമായിട്ടുള്ള ഹോളി സെപ്പിൾച്ചർ ദേവാലയത്തിൽ പിതാവ് സന്ദർശനം നടത്തി. അതോടൊപ്പം തന്നെ യഹൂദരുടെ ദേവാലയത്തിന്റെ അവശിഷ്ടം സ്ഥിതി ചെയ്യുന്ന കോട്ടല്, അതായത് വിലാപ മതിൽ സന്ദർശിക്കുകയും അവിടെ പിതാവ് ഒരുപാട് നേരം പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു. തന്നെയുമല്ല ഡോം ഓഫ് ദി റോക്ക് നിൽക്കുന്ന സ്ഥലത്ത്, പഴയ നമ്മുടെ യഹൂദ ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്ന അലക്സ മോസ്കിന് സമീപമൊക്കെ എത്തുകയും അവിടെ പിതാവ് സന്ദർശിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിലും പാലസ്തീനിലും സംയുക്തമായിട്ട് സമാധാനത്തിന് വേണ്ടി പിതാവ് എത്തുകയും മുഹമ്മദ് അബ്ബാസുമായിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടും ഷിമോൻ പെരസുമായിട്ടൊക്കെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുള്ളത്. അന്ന് വളരെ ആകസ്മികമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കും പിതാവിനെ നേരിട്ട് കാണാനുള്ള, ഒരുപാട് അടുത്ത് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് ഞാനിപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എന്തായാലും പരിശുദ്ധ പിതാവ് ഇപ്പോൾ നമ്മെ വിട്ടു പോകുന്ന ഈ സമയത്ത് എൻ്റെ ഓർമ്മയിൽ മുഴുവന് പാലസ്തീനിലെ ബെത്ലഹേമിൽ വെച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ട ആ ധന്യ നിമിഷങ്ങൾ തന്നെയാണ്. എന്തായാലും മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നാളെ ഇന്ത്യൻ സമയം 1:30 മുതൽ വത്തിക്കാനിൽ നടക്കുകയാണ്. ഒരുപാട് TV ചാനലുകളൊക്കെ, വത്തിക്കാൻ ന്യൂസ് തന്നെ അത് ലൈവായിട്ട് ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളൊക്കെ അത് ലൈവായിട്ട് എല്ലാവരിലും എത്തിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മാർപ്പാപ്പ നാളെ ഒരു വിശുദ്ധനായിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.